എടാ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻ ഇതാണ്. 2.11 +2 ഫിസിക്സ് എൻസൈഡ് എക്സൈസ് ക്വസ്റ്റ്യൻസ് സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമ്പത്തെ വീഡിയോസ് കാണാൻ നിർബന്ധമായിട്ട് ഇത് കാരണം കണക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എൻസൈഡ് എക്സൈസിലെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല മാർക്കാണ് വേണ്ട മക്കളെ. പ്രോബ്ലംസ് വരുന്ന എൻസൈഡിന് അപ്പുറം വരില്ല. ഓക്കെ, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാംസ്, അത് ഏത് എക്സാംസ് ആവട്ടെ, നീറ്റ് ആവട്ടെ, ജെ ആവട്ടെ, കീം ആവട്ടെ, ഇതിനൊക്കെ ഒരു ബിഗിനർ നിലക്ക് ചെയ്യേണ്ടത് എൻസൈഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ, ഇത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, അതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ കറക്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മക്കളെ. എ 600 picofarad capacitor is charged by a 200 volt supply. It is then disconnected from the supply and is connected to another uncharged 600 picofarad capacitor. How much electrostatic energy is lost in the process എന്നാണ്. അതായത് ആദ്യം ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 600 പൈക്കോ എന്ന് പറഞ്ഞാൽ എത്രയാണ് മൈൻഡിൽ വന്നിട്ടുണ്ടാണ് 10⁻⁻12. അത് നോട്ട് ചെയ്ത് നോക്കണം. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മക്കളെ ഞാൻ സോൾവ് ചെയ്യുന്നതൊക്കെ നോട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ 10⁻12 ഫാരഡ് കപ്പാസിറ്റർ 200 വോൾട്ട് സപ്ലൈയിൽ ആദ്യം ചാർജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ ഇറ്റ് ഈസ് ദെൻ ഡിസ്കണക്റ്റഡ്, സ്വിച്ച് ഓഫ് ആക്കി എന്ന് പറയാം. എന്നിട്ടോ ഓക്കെ, അതിൻ്റെ കൂടെ ഈ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ കപ്പാസിറ്റർ എടുത്തിട്ട് മറ്റൊരു 600 പൈക്കോ ഫാരഡ് കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്ന കപ്പാസിറ്റർ ഉണ്ടായിരുന്ന എനർജി ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് റെയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം മോഡൽ എക്സാമിന് ഇതേ മോഡൽ ഒരു സർക്യൂട്ടൊക്കെ തന്നിട്ട് നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് ഇത് പറഞ്ഞുതരാം. ഒന്ന് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്ന കാര്യം എന്താണ്, രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കപ്പാസിറ്റൻസ് ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് 600 പൈക്കോ ഫാരഡ് ആണ്. അതിനായിട്ട് അപ്പോൾ തന്നെ കയ്യോടെ മാറ്റിയാണ് 600 × 10⁻⁻12 ഫാരഡ് ആണ്. ക്ലിയർ ആണല്ലോ. 600 × 10⁻⁻12 എന്ന് പറഞ്ഞാൽ അത് 6 × 10⁻10 ഫാരഡ് തന്നെയാണ്. ഓക്കെ, ഈ കപ്പാസിറ്റർ ഞാൻ ജസ്റ്റ് എപ്പോഴും ചെയ്യുന്ന പോലെ പിക്ചറൈസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്രയുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ കപ്പാസിറ്റർ 200 വോൾട്ട് സപ്ലൈയിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഇവനിങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം C = ആരാണ്, Q/V ആണ്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് Q = CV, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അവിടെ വോൾട്ടേജ് ആ രീതിയിലൊക്കെ ചെയ്യാം. ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു നമ്മൾ കോമ്പറ്റീവ് എക്സാംസിന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കേസാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് സുഖമായിട്ട് കിട്ടും. ചാർജ് കണ്ടുപിടിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. എത്ര വോൾട്ട് കൊടുത്ത 200 വോൾട്ട്. അപ്പോൾ V1 എത്രയാണ്, 200 വോൾട്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ് സീറോസ് എപ്പോഴും പവേഴ്സ് ആയിട്ട് 10ൻ്റെ പവേഴ്സ് ആയിട്ട് എഴുതിയാണ് നന്നായിരിക്കും, നിർബന്ധമൊന്നുമില്ല. 2 × 10⁻²2 വോൾട്ട്. ദെൻ എന്നിട്ട് ഇത് ചാർജ് ചെയ്തതിന് ശേഷം ഈ കപ്പാസിറ്റർ എടുത്തിട്ട് മറ്റൊരു കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കപ്പാസിറ്ററും 600 പൈക്കോ ഫാരഡ് ആണ്. അല്ലെങ്കിൽ 6 × പറയുകയാണെങ്കിൽ 10⁻⁻10 ഫാരഡ് ആണ്. അങ്ങനെ ഈ രണ്ടാമത്തെ കപ്പാസിറ്ററിലേക്ക് നമ്മൾ ഫസ്റ്റ് കപ്പാസിറ്റർ എന്തെയാണ് കണക്ട് ചെയ്യുന്ന സമയത്ത് എനർജിയിൽ ലോസ് ഉണ്ടാകും. ആ എനർജി ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ΔU എന്ന് വിളിക്കുകയാണ്. കാരണം പൊട്ടൻഷ്യൽ എനർജി നമ്മൾ U എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതാണ് തൊട്ടുമ്പത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നത്. U = ½ CV², ½ QV ഒക്കെ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ ΔU ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ, ΔU. അപ്പോൾ ΔU ചെയ്യാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്തു, വോൾട്ടേജ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, ദെൻ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് മറ്റൊരു കപ്പാസിറ്ററിൽ കണക്ട് ചെയ്തു എന്ന് പറയുന്ന മോഡൽസ് ഒക്കെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇക്വേഷൻ ഇതാണ്. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ΔU = ½ C1 C2 ഡിവൈഡഡ് ബൈ C1 + C2 ഇൻറ്റു V1 - V2 ഹോൾ സ്ക്വയർ കേട്ടോ. ഈ ഇക്വേഷൻ ഒന്ന് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഒന്ന് ഓർമ്മിക്കണം മക്കളെ. ഞാനത് റബ്ബ് ചെയ്യണം. നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിൽ ചെയ്യാം. അപ്പോൾ ΔUൻ്റെ ഇക്വേഷൻ ഒന്ന് സൈസിൽ എഴുതാമല്ലോ. നേരത്തെ ഒന്ന് അടുപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ. ½ C1 × C2 divided by C1 + C2 into V1 - V2 ഹോൾ സ്ക്വയർ. ഇനി വാല്യൂസ് കൊടുത്ത് ഒന്ന് സെറ്റാക്കിയ തീരാവുന്ന പ്രശ്നം മാത്രമേ നമ്മൾക്കുള്ളൂ. ഒന്ന് വാല്യൂസ് കൊടുത്ത് നോക്കിയാടോ. ΔU = ഈ ലെവൽ പ്രോബ്ലംസ് ചെയ്യാം. പ്രീവിയസ് മാത്രം ചെയ്ത് നിങ്ങളുടെ വില കളയല്ലേ. എത്രയാണ് C1 എത്രയാണ്, 6 × 10⁻10 ഡിവൈഡഡ് ബൈ 6 × 10⁻10 + 6 × 10⁻10 2 ടൈംസ് അല്ലെങ്കിൽ ഡയറക്റ്റ് 2 ടൈംസ് എഴുതുന്നുണ്ട്. 2 × 6 × 10⁻10 V1 - V2. അതാണ് ശ്രദ്ധിക്കുക. V1 എന്താ, ഒന്നാമത്തെ കപ്പാസിറ്റർ കണക്ട് ചെയ്ത വോൾട്ടേജ് 200 വോൾട്ട്. പക്ഷേ രണ്ടാമത്തെ കപ്പാസിറ്റർ ആണെങ്കിൽ അത് അൺചാർജ്ഡ് കപ്പാസിറ്റർ. ആ വോൾട്ടേജ് സപ്ലൈ ഒന്നും കൊടുത്ത് പറയുന്നില്ല, അത് 0 ആയിട്ട് എടുക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ V2 0 ആണ്. V1 എത്രയാണ്, 200 ആണ്. അപ്പോൾ 200ൻ്റെ സ്ക്വയർ അല്ലേ വരിക, 200 ഹോൾ സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമ്മൾ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 200 സ്ക്വയർ അല്ലേ. 200 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 200 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 200 × 200 × 200 × 10⁻4 ആണ്. അപ്പോൾ ഇത് ന്യൂമറേറ്ററിലാണ് കേട്ടോ ഈ സംഭവം ഉള്ളത്.
ന്യൂമറേറ്റർ ആണ് താഴെ ചെയ്തത്. അപ്പോൾ ആ 4ഉം ഈ 4ഉം കട്ട് ചെയ്തു. 2 × 4 ആണല്ലോ, ക്ലിയർ ആണ്. എന്ത് ഡൗട്ടിന് ചോദിക്കണം, അത് കട്ട് ചെയ്തു പോകും. ഈ 6ഉം കട്ട് ചെയ്യാം. ഇനി ബാക്കിയുള്ളത് എന്താ, പവേഴ്സ് എന്തൊക്കെയാണ് ബാക്കിയുള്ളത്, മാഗ്നിറ്റ്യൂഡ് എന്താ വാല്യൂസ് എഴുതിയാൽ സംഭവം കഴിഞ്ഞു കേട്ടോ. പണ്ടൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് എക്സസൈസിൽ, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ കുറച്ചും കൂടി നല്ലോണം റാഷണലൈസ് ചെയ്തുകൊണ്ട് ടോപ്പിക്സുകൾ പോയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അത്രമാത്രം. പക്ഷേ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 2.25 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇവിടെ വളരെ സിമ്പിളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ 6 മാത്രമേ ബാക്കിയുള്ളൂ. മാഗ്നിറ്റ്യൂഡ് 6 ബാക്കി പവേഴ്സ് തീരുമാനിക്കും ആൻസർ എത്രയാണെന്ന്. അപ്പോൾ ഈ 10⁻⁻10ഉം ഈ 10⁻⁻10ഉം ക്യാൻസൽ ചെയ്യാം, അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒരു 10⁻⁻10ഉം ഒരു 10⁻4, അത് ന്യൂമറേറ്ററിലാണ്. -4ഉം -4 അല്ല -10ഉം 10⁻4 വന്നു കഴിഞ്ഞാൽ -10 + 4 എന്നാണ് 10⁻⁻6 ജൂൾ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ലെവൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഹാഫ് C1 × C2 / C1 + C2 × V1 - V2 ഹോൾ സ്ക്വയർ. ഇതാണ് നോർമലി യൂസ് ചെയ്യുക. ഇതിൽ തന്നെ കുറേ സ്പെഷ്യൽ കേസുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോർമലി എൻട്രൻസ് സെഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് V1 - V2 മാത്രമല്ല, V1 + V2 ഹോൾ സ്ക്വയർ സിറ്റുവേഷൻസും ഉണ്ട്. ഇത് നോർമൽ കപ്പാസിറ്ററിൻ്റെ കേസുകളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ പോസിറ്റീവ് പ്ലേറ്റ്, ഇങ്ങനത്തെ കേസുകളാണ്. പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, ഈ ഒരു കേസാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസാണ് നമ്മൾ ജസ്റ്റ്, അത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്വേഷൻ പഠിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചാർജ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷേ അത് കുറേ ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ല ഇക്വേഷൻ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവൽ പ്രോബ്ലംസ്, എനർജി ലോസുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഷെയറിംഗ് ഓഫ് കപ്പാസിറ്റീസ് എന്നൊക്കെയാണ് ടോപ്പിക്സ് ആയിട്ട് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്ര തവണയാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്ക് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത്രത്തോളം മതിയാവും വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ നെക്സ്റ്റ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ടോപ്പിക് വൈസ് ഓൺ എക്സാം ഒക്കെയാണ്. അപ്പോൾ ടോപ്പിക് വൈസ് വീഡിയോസ് വേണ്ട നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതൊക്കെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വീഡിയോസ് വേണ്ടവരൊക്കെ പ്ലേലിസ്റ്റ് നോക്കിക്കോളുക. ഓക്കെ, ഞാൻ ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും മാക്സിമം സ്കൂളിൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അത് കണ്ടിട്ടൊന്ന് സജഷൻസ് ഒന്ന് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.